ഒരു പാട്ട് വണ്ടിക്ക് തിരികാതാണ് ഇതിനകത്ത് കയറ്റിയത് മനസ്സിലായി. അവിടെ എല്ലാവരും അച്ഛനെ പബ്ലിക് അങ്ങാടി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് വളരെയധികം സ്നേഹത്തോടു കൂടി അവിടുത്തെ ജോലി ചെയ്യുന്നവരും എൻ്റെ പേരൻസും ബാക്കിയുള്ള നാട്ടുകാരും എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചുകൊണ്ടിരുന്ന പബ്ലിക് അങ്ങാടി എന്നാണ്. തീർച്ചയായിട്ടും എല്ലാവരും എല്ലാ അവധിക്കും എല്ലാ മക്കളെല്ലാം വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കാണാറുണ്ടായിരുന്നു. അച്ഛനെ പറ്റി വളരെ നല്ല ഓർമ്മകൾ മാത്രം, വളരെയധികം സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. തീർച്ചയായിട്ടും അച്ഛൻ ഇപ്പോൾ യേശുവിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ സ്വന്തത്തിലാണ്, യേശുവിനോട് ഒന്നിച്ചിരിക്കുകയാണ്. അച്ഛൻ യാത്ര പോകുന്ന അവസരത്തിൽ അച്ഛൻ്റെ ആത്മാവ് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛനെ എന്നും നമ്മുടെ എന്നും സൂക്ഷിക്കുന്നതാണ്, നമ്മുടെ പ്രാർത്ഥനകളിൽ എന്നും അദ്ദേഹത്തെ എഴുതുന്നതാണ്. പ്രത്യേകം ആത്മാവിനെ പ്രാർത്ഥിക്കുന്നത്. ചർച്ചിനെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റ് പി സി തോമസ്. അഭിവന്യ വൈദികരെ, ദൈവജനമേ, ഇന്നത്തെ നമ്മുടെ കൂടിവരവിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രിയപ്പെട്ട അപ്പിച്ചാനെ യാത്രയേക്കാനാണല്ലോ വന്നിരിക്കുന്നത്. അച്ചാനെ സംബന്ധിച്ചൊന്നും കൂടുതൽ പറയേണ്ടതായിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും നമുക്ക് വളരെയേറെ പറയാനുണ്ട്. അത്ര വാത്സല്യമായി നമ്മളോടും ഈ ഇടവകയോടും സഭയോടും സഹകരിച്ചു പോയ ഒരു വ്യക്തിയാണ്. വർഷകാലം ഇടമണ്ണൂറിയ പള്ളിയിലെ ട്രസ്റ്റിയും അക്കൗണ്ടന്റും ആത്മീയനുമായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം അച്ചായന് ഞങ്ങൾ പ്രാർത്ഥനായോഗക്കാരെല്ലാം കൂടി അച്ചായൻ്റെ താല്പര്യത്തിൽ ഇവിടെ ഇടവക വേണമെന്ന് അച്ചായൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അച്ചായൻ്റെ സാന്നിധ്യത്തിൽ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ദൈവാനുഗ്രഹത്താൽ ഇങ്ങനെയൊരു ഇടവക ഇവിടെ ഉണ്ടാക്കുവാനായിട്ട് അച്ചായൻ്റെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിനായിട്ട് അച്ചായൻ വളരെയേറെ സഹകരിക്കുകയും ഞങ്ങളോടൊത്തിരി ഇങ്ങനെയൊരു ദേവാലയം ഇവിടെ ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു. ഇതിൽ അച്ചായൻ്റെ പ്രാർത്ഥനയും സഹകരണങ്ങളും വളരെയേറെ സഹായങ്ങളും ചെയ്ത ആളാണ്. അതുകൂടാതെ അതിനുശേഷം ഈ ഇടവകയുടെ ആത്മീയമായ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞാൽ ഞാൻ വളരെയേറെ അതിശയിക്കുകയാണ്. ഈ പരിസരങ്ങളിലൊന്നും ഇതുപോലെ ആത്മീയമായ ഒരു മനുഷ്യനില്ല. വേദോത്സവമൊക്കെ വിശുദ്ധ പുസ്തകം അരച്ചു പിടിച്ചിരിക്കുക എന്ന് പറയാൻ നമ്മുടെ ഭാഷയെ പറയുകയാണെങ്കിൽ ആത്മീയമായ പ്രവർത്തനങ്ങൾ പള്ളിയുടെ അച്ഛനില്ലാത്ത സമയങ്ങളിൽ ആരാധന നടത്തുകയും പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയേറെ അതിശയം തോന്നുന്നതാണ്.
അത്ര നല്ല വചനങ്ങളൊക്കെയും ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഇടവകയുടെ എല്ലാ ആവശ്യങ്ങൾക്കും അച്ചായൻ്റെ നേതൃത്വത്തോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയായി. എങ്കിലും എല്ലാം ദൈവജനങ്ങളാണല്ലോ. അച്ചായന് ഈ എൻ്റെയും ഇടവകയുടെയും നാമത്തിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. സഭയെ പ്രതികരിച്ച് സമർപ്പിക്കുന്ന ശേഷം ബഹുമാന്യരായ വൈദികർ, പ്രിയമുള്ള കുടുംബാംഗങ്ങൾ, സഭയിലെ ദൈവമക്കൾ, ഈ നാട്ടിലെ പ്രിയമുള്ളവർ എല്ലാവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദുഃഖവേളയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ കാണിച്ച സന്മനസ്സിന് നന്ദി പറയുകയും ചെയ്യുന്നു. അതിന് മുന്നിൽ നിങ്ങളുടെ പിതാവിരിക്കും, അതിന് പിന്നെ പായിൽ ഞങ്ങളിരിക്കും, നിത്യത്തിൽ വിശ്രമിക്കുന്ന ഞങ്ങളുടെ മാതാവ്. എന്നാൽ ആ സമയത്ത് എൻ്റെ പിതാവിൻ്റെ കണ്ണുനിറയും ശബ്ദമിടലും തൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവം തള്ളിക്കളഞ്ഞില്ല. ഞങ്ങളൊക്കെയും ഈ ഭൂമിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്നത് തന്നെ ആ കണ്ണുനീരാണ്. അതൊന്നും നഷ്ടമായില്ല എന്ന അഭിമാനത്തോടും ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ഉപയോഗിക്കുന്നു. കൂടെ നിങ്ങളുടെ പിതാവ് പറയാനുള്ള കാര്യമുണ്ട്. മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ച് വെച്ചിട്ടില്ല എങ്കിലും അവരുടെ മേൽ ഒരു ശാപം ഉണ്ടാക്കി വെക്കുന്നത് എന്ന് പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തോടും അഭിമാനത്തോടും പറയുവാൻ നിങ്ങൾക്ക് കഴിയും. ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയമുള്ളവരോടും ഞങ്ങളുടെ നന്ദിയെയും സ്നേഹത്തെയും ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. സ്നേഹമുള്ള അച്ഛന്മാരെ, ബാബുജാന്റെ മക്കളെ, കൊച്ചുമക്കളെ, കർത്താവിൽ പാരസ്യമുള്ളവരെ, എനിക്ക് ബാബുജാനെ പറ്റി പുത്രത്തിൻ്റെ സ്നേഹവും ബഹുമാനമുണ്ട്. ഞങ്ങൾ അയൽവക്കക്കാരായിരുന്നു, ഒന്നിച്ച് ഒരേ സ്നേഹത്തോട് വളർന്നിട്ടുള്ളവരായിരുന്നു. ബാബുജാന്റെ മക്കളിൽ പ്രത്യേകിച്ച് കുഞ്ഞമ്മമാർക്ക് സാരി വരെയുള്ള എല്ലാവരും എനിക്ക് വേർസില്ലാണ്ടറിയാം. ആൺമക്കളുണ്ട് എല്ലാവരും എൻ്റെ സ്നേഹമുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുമോൻ എന്നെക്കാട്ടി അല്പം സീനിയറാണെങ്കിലും ആദ്യകാലം വരെ ഞങ്ങളെന്നുള്ള സ്നേഹം ആത്മാവെന്ന് ഇപ്പോഴും ഉണ്ട്. അത്രയൊരു സ്നേഹബദ്ധത്തിൽ ഉടമയാണ്. അങ്കച്ചി, ജോയിയച്ചി, ബാബു, വിൽസൺ, എല്ലാവരും പെൺമക്കൾ ഈ ആൺമക്കളുമായിട്ടാണ് കൂടുതലായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ പ്രത്യേക മീറ്റിംഗ്, സഭയുടെ മീറ്റിങ്ങുകളുടെ സമയത്ത് തിരുവനന്തപുരത്ത് ഞാൻ ഇടപെട ശോടത്തിൽ പോകട്ടെ. തിരുവനന്തപുരം രാവിലെ ഉണ്ടാകുന്നത് അവിടെ കണ്ടത് ഇനിയിപ്പോൾ പോകാറുണ്ട്. അനുസരണങ്ങൾ കാണിച്ചാൽ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരാഴ്ച ഒക്കത്തില്ല. അതൊരു കടപ്പാടും സ്നേഹമുണ്ട്. ബാബുജാൻ്റെ ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ, അതായത് മധ്യത്തിൽ 5ാമത്തെ ക്ലാസ് പ്ലസ് 5ാമത്തെ ക്ലാസ്സിൽ ഇന്നും ഞാൻ ആ ക്ലാസ്സിൽ ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏരിയാവിനെ പറ്റിയൊക്കെ പഠിപ്പിച്ചതായിരുന്നു. ഓക്കെ, അതുപോലെ ബാബുജാൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ, ആ സീരിയസ്നെസ് ഒന്ന് എൻ്റെ ഉള്ളത്തിലേക്ക് അത്ഭുതങ്ങളൊക്കെ വന്നതാണ്. അതുപോലെ തന്നെ യോഹന്നാനെ പറ്റി, യേശുക്രിസ്തുവിനെ പറ്റിയൊക്കെ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആ വാക്കുകളിലാണ്. ഇപ്പോഴും വൃക്ഷങ്ങളെ കൊണ്ട് കോടാലി വെച്ചിരിക്കുന്നു. ആകാത്ത പല കാര്യങ്ങൾ എല്ലാ വർഷങ്ങളെയും വെട്ടി തീരിട്ടോടും വീശുമോളോ എൻ്റെ കയ്യിലുണ്ട്. സീരിയസ് ആയിട്ടാണ്, വളരെ സീരിയസ് ആയിട്ട്, ആഴമായിട്ട്, ആത്മാർത്ഥമായിട്ട്. പക്ഷേ ഇപ്പോഴും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ ബാബുജാൻ പഠിപ്പിച്ച ക്ലാസ്, ബാബുജാൻ പഠിപ്പിച്ച വാക്കുകൾ ഇപ്പോഴും ഉള്ളിലുണ്ട്. അത് പ്രാർത്ഥിക്കുന്ന ഭവനത്തിലെ മക്കൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അനുഗ്രഹത്തിൽ കൊണ്ടാടുന്നു. അതുകൊണ്ട് ഈ മാതാപിതാക്കളൊക്കെ ഞങ്ങളൊക്കെ വെച്ച് ഒരുപോലെ വളർന്നു വരും. പ്രത്യേകിച്ച് എൻ്റെ പിതാവിനെ പോലെ മാതാവിനെ പോലെ ഈ കുടുംബത്തിലെ മാതാവിനെ സ്നേഹിക്കുകയും പരിഗണിച്ചിട്ട് ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മിപ്പിക്കും. 9 മക്കളാണ്. 9 മക്കളെ ദൈവം അനുഗ്രഹിച്ച് നല്ല സ്ഥാനത്ത് തന്നെയായിരിക്കും. സാധാരണ ഏത് കുടുംബം നോക്കിയാലും മക്കൾ കൂടുതലുള്ളത് മുടിയപുത്രനാണ്. ഓരോരുത്തർ കരയിലേക്ക് പോകും. എത്രയോ വീടുകൾ നമുക്കറിയാം. എന്നാൽ ഇവിടെ ഈ ബാബുജാന്റെ മക്കൾ ആരും ഒറ്റ വ്യക്തി പോലും അങ്ങനെ ദോഷവഴികളിലൂടെ മദ്യപാനത്തിലോ വെറുപ്പിലോ അല്ലെങ്കിൽ അഹങ്കാരത്തിലോ നിങ്ങളുടെ ഇത് മോശമായിട്ടാണ്.
പ്രിയപ്പെട്ട നല്ലൊരു ജീവിതം അല്ലെങ്കിൽ മക്കളൊക്കെ നല്ലപോലെ വളർത്തി നല്ല സ്ഥാനത്തൊക്കെ ആക്കണം ഈ പിതാവിനെ സ്ഥാപിച്ചു. ഒരുപാട് ദുഃഖത്തിന്റെ സമയമാണെങ്കിലും ടൈം ഓഫ് താങ്ക്സ് ഗിവിംഗ് ടു ദ ലവ് കൺസേൺ ലീഡർഷിപ്പ് ഓഫ് എ ലവിംഗ് ഫാദർ. ഏറ്റവും നല്ലൊരു അപ്പന്റെ സ്നേഹത്തിനും കരുതലിനും ആ ഒരു നേതൃത്വത്തിനും ആത്മീയ വൈദ്യുതത്തിനൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് നന്ദി പറയുന്ന ഒരു പ്രത്യേക സമയമാണ്. വിവരമെടുത്തിനോട് ക്ഷമിക്കുന്ന രണ്ടു സമയം കൂടി ഞാൻ എടുക്കുകയാണ്. അതുകൊണ്ട് ഈ സന്ദർഭം വേർപാടിന്റെ സന്ദർഭമാണ്. ആവശ്യമായ ദൈവത്തെ സ്ഥിതിക്കുന്നു. ഒരു പുരുഷായുസ് എന്ന് പറഞ്ഞ വേദോസ്വരങ്ങളുടെ ഏറ്റവും പൂർണ്ണമായ 80 വയസ്സാണ്. 80 വയസ്സ് പൂർത്തിയായി 96 വയസ്സ് വരെയാണ്. ചില ക്രിക്കറ്റ് കളിക്കാർ സെഞ്ചുറി അടിച്ചിട്ട് വലിയ ഹാഫ് സെഞ്ചുറി അടിക്കുന്നത് പോലെ ഞങ്ങളൊക്കെ ഓൾക്കാരന് 100 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ പോകുന്നവരുണ്ട്. ഈ അടുത്ത സമയത്ത് ജോസഫ് ഞാൻ ശവടത്തിൽ ഞങ്ങളെ കണ്ടു, ഞങ്ങൾ ഓർക്കാറുണ്ട്. ആ വീട്ടിൽ വലിയ ആരോഗ്യത്തോട് വന്നതൊക്കെ അതുകൊണ്ട് നല്ല ജീവിതത്തിനാണ് ഇടവൻ മോറിയാട് വൈക്ക് വേണ്ടി ഈ പുതുക്കാട് ഈടവ സ്ഥാപിക്കുന്നതിന് വേണ്ടിയൊക്കെ ആവശ്യമായ ക്ഷീണപരിശ്രമങ്ങളാണ് ഈ ജീവിതക്കാർക്ക് മരണം എന്ന് പറഞ്ഞാൽ നിത്യഭവനത്തിലേക്ക് നിത്യതയിലേക്കുള്ള ഒരു കൊടുക്കുവഴിയാണ് മരണം എന്ന് പറഞ്ഞത്. അല്പസമയം കഴിഞ്ഞതിന് ശേഷം ഈ പിതാവിന്റെ ബോഡി കൊണ്ടുവന്ന രാഷ്ട്രീയ ദേശത്തിലാണ് കടന്നതിന് ശേഷം അവിടെ പറയുന്നത് മണ്ണിടുന്ന സമയമാണ്. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരിച്ച് ഒരു ഉയരത്തെ നാളും ഉയർത്തെഴുന്നേൽക്കുന്നുള്ള പ്രത്യാശയോടെ ഈ പ്രിയ പിതാവിന്റെ ശരീരത്തെ മണ്ണിലേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞ് അത് പ്രത്യേകം പാടുന്നുണ്ടല്ലോ. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പാടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. ജിംബ്രീസ് എന്ന് പറഞ്ഞൊരു പാട്ടാണ്. എപ്പോഴും അതിൻ്റെ പാടും മറ്റേ അക്ഷരം കേരളത്തിൽ അവസാനമായിട്ട് റെക്കോർഡ് ചെയ്ത പാട്ടുണ്ട്. I will fly away to glory, or I will fly away to glory, to a home in God's celestial city. I will fly away. എല്ലാവരും കേൾക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മലയാളം അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു പ്ലെയിൻ ആക്സിഡന്റ് 1962 ജിംബ്രീസ് മരിച്ചുപോയി. ഒരു ഗോസ്പൽ സിംഗറാണ്. ഇറ്റ്സ് എ വെരി വെരി കമ്മിറ്റഡ് ക്രിസ്ത്യൻ. ഞാൻ പറഞ്ഞു ഞാൻ പറന്നു പോകുന്നു, സ്വർഗീയ ശാശ്വത വീട്ടിലേക്ക് പറന്നു പോകുന്നു. അതുകൊണ്ട് ഈ പിതാവ് കഴിഞ്ഞ ദിവസം ഈ ലോകത്തിന്റെ മറന്നുപോയി. പോകും ഞാൻ, പറന്നു പോകും ഞാൻ എൻ സ്വർഗീയ ശാശ്വത വീട്ടിൽ പറന്നു പോകും ഞാൻ. എൻ്റെ ഈ ജീവിതം അവസാനിക്കുമ്പോൾ ഞാൻ ഈ ലോകത്തെ അത്യശ്വാസം വിളിക്കുന്ന സമയത്ത് എൻ്റെ സ്വർഗീയ ഭവനത്തെ ശാശ്വത ഭവനത്തെ നിത്യഭവനത്തേക്ക് സന്തോഷപൂർവ്വം സ്തോത്രം. I will fly away to glory. Oh, I will fly. ഈ പേരിലാണ് അസ്രാളുന്നത്. നിത്യതയിൽ കാണാവുന്ന പ്രത്യാശകളോട് കുടുംബാംഗങ്ങളെ സ്വർഗീയ സമ്മാനം നടത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വാക്കുകൾ മകനായിട്ട് ജനിച്ച് വളർന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ വിഷ്ണു പറഞ്ഞതുപോലെ കുടുംബ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. കുടുംബ പ്രാർത്ഥന ഇല്ലാതെ അമ്മച്ചി ഞങ്ങൾക്ക് ചോറ് വിളമ്പുകയില്ല. ഞങ്ങൾ എല്ലാവരും നിലത്തെ പായിട്ട് പാട്ടുപാടി ബൈബിൾ വായിച്ച് അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അച്ചാച്ചനെ ഫ്രണ്ടിൽ വന്നിരിക്കും. ഞങ്ങളെല്ലാവരും പുറകിലേക്കും അച്ചാച്ചൻ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി, ഞങ്ങളുടെ രോഗത്തിലാകുമ്പോൾ അതിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, ആരെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാം അച്ചാച്ചൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവസാനമായിട്ട് ഞാൻ സംസാരിച്ചത് 2 ദിവസത്തിന് മുൻപേ ഞാൻ അച്ചാച്ചനെ വിളിച്ചു. ഞാൻ അച്ചാച്ചനോട് ചോദിച്ചു, സുഖമായിരിക്കുന്നു? എന്നാൽ ഒരു കാര്യം എന്നോട് പറഞ്ഞു, ജോലിക്കാരുടെ ശമ്പളം ഒന്നും കൊടുത്തിട്ടില്ല. അന്നേരം സോമൻ ഡ്രൈവർ പറഞ്ഞു, പിള്ളേരെല്ലാം അയച്ചു തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എപ്പോഴും അച്ചാച്ചനെ ശുശ്രൂഷിക്കുന്ന 3 പേരും അവരെ കുറിച്ചുള്ള എപ്പോഴും ചിന്ത അച്ചാച്ചന്റെ മനസ്സിൽ രോഗശൈലി ആയിരുന്ന സമയത്തും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സഹോദരങ്ങള്, സഹോദരിമാര്, അളിയന്മാര്, പെങ്ങന്മാര് യാത്ര ചെയ്ത് വരുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് അമ്മച്ചിക്ക് ആകുന്ന സമയത്ത് അമ്മച്ചി എയർപോർട്ടിൽ അല്ലെങ്കിൽ സ്റ്റേഷനിൽ വരും. അച്ചാച്ചനാകുന്ന സമയത്ത് അച്ചാച്ചന് എയർപോർട്ടിലോ സ്റ്റേഷനിലോ വരും. ഞങ്ങൾ വരുമ്പോൾ
വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങളെ സ്വീകരിക്കും. ഞാൻ പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് എല്ലാവർക്കും പല കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. എന്നാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ താഴെ റോഡിൽ നിന്ന് കയറി വരുന്ന സമയത്ത് തന്നെ അച്ചാച്ചനെ സ്റ്റോർ റൂമിൽ പോയി ഒന്നുകിൽ പഴം അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള പല കാര്യങ്ങൾ തിരിഞ്ഞുകൊണ്ട് വരും. തിന്നാട്ട് എനിക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും എനിക്ക് തരുക. അങ്ങനെയുള്ള സ്നേഹവും കരുതലും ആയിരുന്നു അച്ചാച്ചനിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ സെമിനാരിൽ പോകുന്ന സമയത്തും അച്ചാച്ചന്റെ സ്നേഹവും കരുതലും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. മാർത്താമ സഭയിലെ ഒരു തക്സ അച്ഛന്മാരെ കുർബാന ചൊല്ലുന്ന ഒരു പുസ്തകം അച്ചാച്ചനും 7 വർഷങ്ങൾക്ക് മുമ്പേ വാങ്ങിച്ച അച്ചാച്ചന്റെ പേരെഴുതി യോഹന്നാനെന്ന് എന്നുള്ള ആ പുസ്തകം, ആ ബുക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അതിൽ അത്രമാത്രം ശുശ്രൂഷയിലെ പങ്കാളികളായിരുന്നു അച്ഛൻ, പങ്കാളിയായിരുന്നു. അത്രമാത്രം പ്രാർത്ഥനയിലും സ്നേഹത്തിലും കരുതലിലും അച്ചാച്ചൻ ഞങ്ങളെ സ്നേഹിച്ചു, ശുശ്രൂഷിച്ചു. വരുന്ന എല്ലാവർക്കും സുവിശേഷകരായിട്ട് ചെങ്ങന്നൂർ, കോഴഞ്ചേരി, തിരുവല്ല, മാരാമൺ, മാവേലിക്കര എന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ ഭവനം ഒരു താവളമായിരുന്നു. ഞങ്ങൾ സുവിശേഷകർ വരുമ്പോൾ പള്ളിയിൽ അനൗൺസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയില്ല. സുവിശേഷകർ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അമ്മച്ചിയോ അച്ചാച്ചനോ പറയും, അടുത്തുള്ള വീട്ടിലൊക്കെ പോയി അച്ഛൻ്റെ വീട്ടിൽ പോയി വിളിക്കും, അടുത്തുള്ള വീടുകളിലൊക്കെ പോയി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരും. അന്നൊരു അനൗൺസ്മെന്റ് ചെയ്യാത്തൊരു പ്രാർത്ഥന നടത്തും. അങ്ങനെ സുവിശേഷകരുടെയും അച്ഛന്മാരുടെയും ഒരു താവളമായി ഞങ്ങളുടെ ഭവനം വളർന്നു. പ്രാർത്ഥനയിലും അതുപോലെ ദൈവവചന ധ്യാനത്തിലും ഞങ്ങളെ വളർത്തി. അതിന്റെ ഉദാഹരണമാകുന്നു ഞാൻ അച്ചാച്ചന്റെ സ്നേഹവും കരുതലും. അതുപോലെ എല്ലാവരും, എല്ലാ മക്കളും അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്നു. എന്നാൽ ഇത് നിങ്ങളുടെ ഹൃദയത്തിന് ദുഃഖമുണ്ട്. ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്ന് നിത്യതയിൽ എത്തുമെന്ന്. എന്നാൽ വളരെ സന്തോഷത്തോടു കൂടി അച്ചാച്ചനെ ഞങ്ങൾക്ക് യാത്ര അയക്കാൻ സാധിക്കും. ഞങ്ങളുടെ എല്ലാവരുമായിട്ടുള്ള കഴിവിനും വിജയത്തിനും അനുഗ്രഹത്തിനും അച്ചാച്ചൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയിലെ അതിന്റെ ആ സമയത്ത് പാടുന്ന ഒരു പാട്ട് ഇതാകുന്നു. ഈ സമയത്ത് 4 വരികൾ പാടുവാനായിട്ട് പോകുക. ആ സമയത്ത് എല്ലാവരും ഈ പാട്ട് അച്ചാച്ചന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നാം പാടുന്ന പാട്ടായിട്ട് സമർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വാനസേന ഗാനം പാടി അച്ചാച്ചൻ പാടുന്ന പാട്ടാണ്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് വാനസേന ശരീരം
യാത്ര നിങ്ങൾ കാണും. സ്തോത്രം. ഞാൻ യഹോവ എല്ലാ കാലത്തും അടുത്തും അവന്റെ സ്തുതി എപ്പോഴും എന്ന് നാം അംഗീകരിക്കും. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സഭ വിശ്വാസികൾക്കും സ്നേഹിതർക്കും നാട്ടുകാർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ പിതാവിനെ പറ്റി വളരെയേറെ സംസാരങ്ങളിലും നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ഞാൻ അണിയും ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പിതാവിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ അവിടെ വെച്ചിരുന്ന ഹാൻഡ് ഔട്ടിലുണ്ടായിരുന്നു. അച്ഛൻ്റെ ജനനം, എവിടെ ജനിച്ചു, എങ്ങനെ ജീവിച്ചു ഉള്ള ഡീറ്റെയിലായിട്ട് ഞങ്ങൾ എഴുതിയതാണ്. അത് നിങ്ങൾക്ക് ഓരോ കോപ്പി കൊണ്ടുപോകാവുന്നതാണ്. പ്രിയ പിതാവ് ദൈവവചനത്തിൽ വളരെ അറിവും അത് പ്രായോഗികമാക്കുവാൻ വളരെ ശ്രമിച്ചിട്ടുമുള്ള വ്യക്തിയാണ്. പലപ്പോഴും ചില ക്വസ്റ്റ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാറുണ്ടായിരുന്നു. കർത്താവ് ചോദിച്ചു, മക്കളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? എന്താ കർത്താവ് വിശന്നിട്ടാണോ അത് ചോദിച്ചത്? കൂട്ടുവാൻ അന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അച്ഛൻ ചോദിക്കുന്നത്. ആർക്കും ചിന്തിക്കുവാൻ കഴിയാത്ത ചിന്തകൾ അച്ഛനുണ്ടായിരുന്നു. അത് മുഖാന്തരം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഹൃദയത്തിൽ ഭാരങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ പ്രത്യാശയില്ല ജാതികളെ പോലെയല്ല. നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാമവും മേഘങ്ങളിൽ അവരുടെ കൂടെ എടുക്കപ്പെടും. ആദ്യമായി ഞങ്ങളുടെ ഭവനത്തിൽ ഇന്ന് കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശ്വാസവാക്കൾ പറയുകയും ചെയ്ത റവറൻ ഡോക്ടർ ഇനാക്കി മാർ കുഡിലോസ്, ബിഷപ്പ് ഓഫ് കൊട്ടാരക്കര പുനലൂർ ഡയസസ്, തിരുനെല്ലിക്ക് ഞങ്ങളുടെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. രണ്ടാമതായി ഞങ്ങളുടെ ഭവനത്തിൽ ഈ ദിവസങ്ങളിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ഈ സർവസംസ്ഥാന ശുശ്രൂഷ നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഈ ചർച്ചിൻ്റെ വികാരി റവറൻ സനിൽ എം അലക്സാണ്ടർ ോടെ ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഇവിടെ കടന്നു വന്ന മറ്റ് വിലപ്പെട്ട അച്ഛന്മാർ, ഷൗമൽ അച്ഛൻ, റവറൻ ഞാനാ ജേക്കബ്, എൻ്റെ സുഹൃത്ത്, നമ്മുടെ ഭവനത്തിൽ കടന്നു വന്ന മറ്റ്
അച്ഛന്മാർ എല്ലാവരുടെയും പേര് അറിയിക്കുന്നു. അവരോടുള്ള നന്ദിയെ ഞാൻ രേഖപ്പെടുത്തട്ടെ. അച്ചാച്ചൻ കൂടി നടന്ന ഈ പ്രദേശത്ത് 2 മർത്തമ്മ പണികൾ കൂടി നടന്നു. ഒന്ന് മർത്തോമ ബോറിയ ചർച്ച് ഇടമണ്ണിലുള്ള 2ാമത് ഈ സഭയാണ്. അവിടെ 2ഇടത്തുമുള്ള വിശ്വാസികൾ, അച്ചാന്റെ സ്നേഹിതന്മാർ, അവർ ഞങ്ങളെ കരുതിയതും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും വീട്ടിൽ വന്ന് സന്ദർശിച്ച് എല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവരോടുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തട്ടെ. ചർച്ചക്കോട് ഇടമൻ പാസ്റ്ററോടും അവിടെയുള്ള സഭാ മെമ്പേഴ്സിനോടും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പലരും ഞങ്ങളെ വിളിച്ച് കണ്ടോളൻസ് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയെ രേഖപ്പെടുത്തട്ടെ. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാനോ കഴിയാത്ത 2-3 വ്യക്തികളുണ്ട്. അവരുടെ പേര് ഞാൻ എടുത്തു പറയുന്നു. ഞങ്ങളുടെ അച്ചാച്ചനെയും അമ്മച്ചിയെയും ശുശ്രൂഷിച്ച മണി ലീലാമ്മ കുടുംബം, അതുപോലെ തന്നെ അച്ചാച്ചന് ഡ്രൈവറായിരുന്ന സോമൻ, കുറെ കാലത്തിന് മുമ്പേ ഡ്രൈവർ ആയിരുന്ന പ്രസന്നൻ, അവരോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ മക്കളെല്ലാവരും അമേരിക്കയിലായതുകൊണ്ട് ഞങ്ങളുടെ പേരൻസിനെ നോക്കുവാൻ ആരെ കണ്ടുപിടിക്കുന്നു, ആരത് ചെയ്യും എന്നുള്ള കൺസേണിൽ ഞങ്ങൾ വിഷമിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. എന്നാൽ അവരുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് ഒരു സ്വന്തം പിതാവിനെ പോലെ ഏത് സാഹചര്യത്തിലും അവര് അതിന് തുല്യമായിരുന്നു. അത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, അവര് വളരെ കാര്യമായിട്ട് അത് ചെയ്തിരുന്നു എന്ന് ഞങ്ങൾക്ക് വളരെ വിശ്വാസമുണ്ടായിരുന്നു. അവരോടുള്ള നന്ദി മണി ലീലാമ്മ കുടുംബം, അതുപോലെ തന്നെ മൂലമുടിയിലുള്ള ഞങ്ങളുടെ കസിൻസ് കുടുംബം, സോമൻ, പ്രസന്നൻ, അത്യാവശ്യം വന്നാൽ അവരൊക്കെ ഈ ദിവസങ്ങളിൽ അച്ഛനെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അത്രയ്ക്കും കരുതിയിരുന്നു. അവരുടെ നന്ദിയെ ഞങ്ങൾ അറിയിക്കട്ടെ. പിന്നീട് എനിക്ക് പറയാനുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹിതരെ, ഒരു പുരുഷായുസ് എൻ്റെ പിതാവ് കഴിച്ചത്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം കഴിച്ചത് ഈ പ്രദേശത്താണ്. നിങ്ങളുടെ സ്നേഹവും കരുതലും ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് ജീവിക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ 1965 ഈ സ്ഥലം വിട്ടുപോയവരാണ്. നിങ്ങളിൽ വിരലെണ്ണാനുള്ള ആൾക്കാരെ എനിക്ക് പരിചയമുള്ളൂ. നിങ്ങളെല്ലാം എനിക്ക് പുതിയ ആൾക്കാരാണ്. എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ മാതാവിനെയും പിതാവിനെയും കരുതി സ്നേഹിച്ചു. നിങ്ങളാൽ സ്നേഹിക്കപ്പെടുവാനും സ്നേഹം കൈക്കൊള്ളുവാനും അവർക്കിടയായി. നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. ഈ സർവസംസ്ഥാന ശുശ്രൂഷയിൽ ഏർപ്പെട്ട പലരുണ്ട്. നമ്മുടെ
ബോഡി കൊണ്ടുവരാനായിട്ട് ആംബുലൻസ് സർവീസ് ചെയ്തവര്, മ്യൂസിക് ചെയ്തവര്, സ്റ്റുഡിയോസ്, മറ്റ് കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. വീണ്ടും ഈ നാട്ടുകാരുടെയും നിങ്ങളുടെയും കരുതലും സ്നേഹവും ഞാൻ വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വെച്ചിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മതി. നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീലാക്കി നിന്റെ കൃപയാലാന്താനങ്ങളെയും പാപമരണത്തിന് ഏറ്റെടുത്ത് നിന്റെ കവിടത്താൽ പാർത്തിന് സാക്ഷാത്കാരം തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പാൽ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുടെ ലോകത്തും മരണം മൂലം നീ ഒഴിച്ചുവേർപ്പെടുത്തിയിരിക്കുന്ന നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മഴയും സന്തോഷങ്ങളുടെ വന്ദിക്കിരിക്കുവാനും നിങ്ങളുടെ വാസസ്ഥലം സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ ലോകത്തോടെ നീരുകയും ബോധത്തെ നീതിയോട് ന്യായം വിധിക്കുകയും ഓരോരുത്തരും അനുയോഗ്യമായിരിക്കും പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും സന്തോഷവുമായ ഉപകാരമൊരുങ്ങി എല്ലായ്പ്പോഴും നിറയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായിത്തീരണമേ. എന്റെ ശ്രേഷ്ഠരുടെ പ്രകാശനങ്ങളോട് ഒപ്പുകയും എന്റെ പ്രകാശനങ്ങൾ പാടുന്നതിനാകുവാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന നീതിയുള്ള സൂര്യൻ നിന്റെ പ്രകാശത്തിന്റെ കഥകളെ കൊണ്ട് ഖബറിനോടൊക്കെ രക്ഷിക്കുകയും നിന്റെ ഭംഗിയുള്ള ശാപം കൊണ്ട് അന്ധകാരത്തിൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശമായിരിക്കുന്ന എന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷകളെ നേരിട്ടും നമ്മുടെ ആവശ്യത്തിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും അതിന് യോഗ്യമായിരിക്കുന്നു. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജീവന്മാരുടെയും സ്ഥലരുടെയും ദൈവവും പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാത്കാരമാകുന്നു. മഹത്വത്തിന്റെ പിതാവിന്റെയും സകലത്തിനും പരിശുദ്ധമായിരിക്കുന്നതിന്റെ റുഹായുടെയും ദൃഷ്ടപ്രകാരം എല്ലാവരിൽ മേലേക്ക് വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ സമ്മതിപ്പിച്ചു. ദോഷങ്ങളെ വശീകരിക്കുന്നതായ ആൾക്കാരുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷേത്രത്തിൽ ഞങ്ങൾ വീടുപോയി. നിന്റെ കരുണയാൽ വീണ്ടെടുപ്പിന്റെ കരുതി വഴി യാതൊരു ഭേദം കൂടാതെ ഞങ്ങളെ പോലെ മനുഷ്യനായി തീർന്നു. എഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരധേയമായ പുതിയ ജീവനും ഭാഗ്യമായ എഴുന്നേൽപ്പിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. കൃപ നിറഞ്ഞിരിക്കുന്ന കർത്താവേ, നീ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ പിതാവിന്റെ സംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ വിനയത്തോടെ നിർമ്മിയാത്മാവോടുകൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷകളെ കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാശരീരങ്ങൾ തിരിക്കാൻ പാടില്ലാത്തോണം ഒന്ന് ചേരുമ്പോൾ അന്ധകാരത്തിൽ പ്രാപിക്കുകയും പ്രകാശങ്ങളുടെ പ്രകാശിക്കുകയും നിശ്ചരുടെ ആഴത്തിൽ ആണ്ടിക്കുകയും ഭാഗ്യമായ ഭാവി വസിക്കുകയും നിന്റെ സന്നിധിയിലെ സന്തോഷത്തിൽ പങ്കോട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ സ്വർണ്ണപ്പടി പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാന ആചാര്യനുള്ളവേ, നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയെ പങ്കപ്പെടുകയും പാതാളബന്ധങ്ങളെന്ന കുഴികളെന്നും ഉയർത്തെഴുന്നേൽക്കുകയും കൃത്യകൊണ്ടിരിക്കുന്ന അഗ്നികളെന്നും രക്ഷലാഭിക്കുകയും രാജ്യത്തിന്റെ അപേക്ഷയും ദൂഷിക്കുകയും
ഈ ലോകത്തിലെ തേജസ്നാമം ശോഭിക്കുകയും ഞാൻ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തിലെ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിരങ്ങളിൽ ഞങ്ങളെ മാറ്റും. ദുഃഖവും അതിവേദനയുമില്ലാത്ത ഇടമേ സന്തോഷവും കാത്തുസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽക്കാൻ അതില്ലാത്ത ആൾക്ക് നീതിജ്ഞാനോടുകൂടെ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെല്ലാവരെയും വരാക്കണം. നിനക്ക് നിന്റെ ഉദാഹരണം സഹായിക്കും. തുതിയും സ്തോത്രവും ഏറ്റുകൊള്ളുന്നു. വിശ്വസിച്ചിടുവൻ പാപികളെ രക്ഷിതാവ് ആശ്വാസം ദാനം മൊഴിയെ പറഞ്ഞില്ലെങ്ങോവേ. ഉറ്റവരെയും ഉണർവറ്റവരെയും മറ്റുള്ളവരെയും ഓർച്ചയ്ക്കൊള്ളുന്ന ഓടിയവൻ പാപികളെ തേടി നടന്നു. ആടലൊഴിഞ്ഞാതിരവർ പാടെ ചേർന്നിടുവിൻ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഇമ്പമുള്ളതിന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും ഖബറുകളിൽ മരിച്ചവർക്കും വെളിവരളിയ ഇമ്പമുള്ള തുമ്പവും സൗരഭ്യമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന പിതാവിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞുങ്ങളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും കരയൂറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാലിനുടയ നമ്മുടെ വസ്ത്രങ്ങൾ ഇഷ്ടം പോൽ മണ്ണാലങ്ങളെ നീ മനഞ്ഞു നിന്റെ ലംഘിച്ചിയടിയാ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യരെ ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ അനുഗ്രഹിക്കുന്ന മഹത്തായ ഭാഗങ്ങൾക്ക് ഈ ദുരിതാസ്നവകാശിയാകും എന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. നിന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പ് നിങ്ങൾക്കായിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളേ എന്നുള്ള സന്തോഷത്തെ കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ഞങ്ങൾ നിനക്കുള്ളവരാകുന്നതോ ഞങ്ങളെ
നൽകുന്നതേ. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കുക. കാലനാകും ദൈവത്തിന്റെ മഹത്വവും തൻ സുതന്യം പരിശുദ്ധയും എന്നേക്കും. ആമേൻ, ആമേൻ. ഇറങ്ങി വന്ന അവർക്ക് മരണത്തെ കൊല്ലുകയും ദൈവശക്തിയായ തനിക്ക് തുറി. വീണ ദിവസം കൈപ്പെട്ട ദിവസമാകുന്നു. അത് കാഴ്ചയുടെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു ഭാഗ്യമാകുന്നു എന്നാണ് ദൈവത്തിന്റെ പ്രാർത്ഥന. അതിലും കായ്പും സങ്കടമുള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതനെ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകൻ നിവൃത്തിയായി. അവനവന്റെ മനുഷ്യരെ കുറിച്ച് ദുഃഖിക്കുന്നവനായമാകുന്നു. മരണമില്ലാവനെ പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. രാജ്യമാവകാശമായി സ്തുതി പാടുകയും ചെയ്താകുന്നു. എല്ലാ നാവുകളൊന്നും നിനക്ക് സ്തുതി. വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാണമേ. അന്യായം വിട്ടകുന്ന നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് മരണം ഉപദേഷ്ടാവത്രേ. മരണമുഖത്ത് നിന്നൊഴിയുന്നു ഒരുത്തനുമില്ല. ആരുടെ അധികാരം വിട്ട് പോവാനുമില്ല. ഉത്തരമഴുക ദേവ അനുഗ്രഹിക്കാം. മധ്യചിത്തം മനതാവേ നീ വരുത്തിയിടണമേ. ആദാം തന്റെ സകല സന്താനങ്ങൾക്കും കലർത്തി മരണത്തിന്റെ കാസത്ര കൈക്കൊള്ളുകയായിരുന്നു. ആദാം അവൻ സകല സന്താനങ്ങളോട് കുടിപ്പാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ് പറയുന്നതിനെ കേൾപ്പിൻ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കരെ ഒന്നാം അധ്യായത്തിന്റെ 13 എന്നാൽ എന്റെ സഹോദരന്മാരെ, നിദ്രകൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവരോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ സാക്ഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ സാക്ഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവനോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയിരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യനും ആശിക്കുന്നവരായിരിക്കും. നാം വണക്കത്തോട് ശ്രദ്ധിച്ച് കേൾക്കണം. സമാധാനം ധരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മൾ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോ. ശരീരമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ പരസ്യ കാലത്ത് ഇപ്രകാരം തന്നെ ചെയ്തു. ഈശ്വരപരാനുത്തരമായിട്ട് അവരോട് അറിയിച്ചത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതയം ചെയ്യുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് ചെയ്യുന്നവയെ തന്നെ പുത്രനും അങ്ങനെ ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്ന സകലവും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതിന് ഈ പ്രവൃത്തികളെക്കാൾ അധികമായിട്ടുള്ളവയെ അത് കാണിച്ചു കൊടുക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിപ്പിക്കുന്ന പ്രകാരം തന്നെ പുത്രനും താൻ മനസ്സാകുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവിനെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവരെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് മാറിയിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ തന്നെയും ആകുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവിന്റെ തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവരാകുമാർ വരം നൽകിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധിയും നടത്തുവാൻ അവൻ അധികാരം കൊടുത്തു. കബറുകളിലുള്ളവരെല്ലാവരുടെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന്റെ നേർക്കുന്നു, തിന്മ ചെയ്തവർ ന്യായവിധിനും പുറപ്പെടുവാനുള്ള നാഴിക വരുന്നു. ഇതെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും ഒരുമിച്ച് ഭംഗിയോട് നിന്ന് സങ്കടത്തോട് ദുഃഖത്തോട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടുകൂടി കുറിയിലായിസോന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും മുഴുവനും ആത്മാക്കളുടെയും സർവ്വജടത്തിന്റെയും ദൈവവും ജീവന്റെ മരണത്തിന്റെയും അധികാരമുള്ളവരുമായ ശിവതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അരുളി ചെയ്തതിനാൽ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കാൻ പോകണം. സന്തോഷപ്പെടുത്തുന്നതിന്റെ ഉയർത്തുന്നതിന്റെ പ്രകാശമുള്ളവരെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. മാംസത്തിന് 3 പ്രാവശ്യം കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള എന്ന് ചൊല്ലണം. പ്രാർത്ഥിക്കാൻ തന്നെയാണ്. കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം. ആയുസ്സിന്റെ ഉടയവൻ, ജീവന്റെ പരിപാലകനായ നന്ദിയോടെ സ്തോത്രം. ആയുസ്സും ആരോഗ്യം നന്മയും സന്തോഷവും ദൈവപ്രിയം തന്നെ ഞങ്ങൾ ഈ ലോകത്തിൽ സാക്ഷ്യം വഹിക്കാനാണ് ആഗ്രഹിക്കുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് തങ്ങളുടെ വേല പൂർത്തീകരിക്കുന്നവരെന്ന് വിശ്വസിക്കുന്ന സമയത്ത് ഓരോരുത്തരെയും മടക്കി വിളിക്കുന്ന വലിയവനാണ് ദൈവം. അവിടുന്ന് ആകിയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ പാപിച്ചാണ്ട് ജീവിതത്തിനാണ് സ്തുതിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. 96 വർഷക്കാലം ഈ ലോകത്ത് ജീവിതമാണ് തൻ്റെ ചിന്തകളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ തൻ പ്രത്യാശിച്ച കർത്താവിന്റെ നല്ല സാക്ഷി ചെയ്യുന്നു. കർത്താവെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ പ്രേമിച്ചതുപോലെ കർത്താവിനെ ഓരോ ശ്രദ്ധയോട് ചെയ്യുവാൻ കൃപയതിനായിട്ട് നന്ദിയോട് സ്തോത്രം. നല്ല പിതാവിനെയും മക്കളെ നല്ലതുപോലെ വളർത്തി പഠിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ഉപദേശമെല്ലാം കൊടുത്ത് അവർക്ക് നല്ല സ്ഥാനങ്ങളിലൊക്കെ ആകുന്നത് നല്ല സ്നേഹമുള്ള പിതാവായിട്ട് ഈ പിതാവ് ഈ മക്കൾ കൊടുത്ത എല്ലാ സ്നേഹത്തിനാണ്, കരുതലിനാണ്, ഉപദേശത്തിനാണ്, പ്രാർത്ഥനയ്ക്കാണ്, നല്ല ദാനങ്ങൾക്കാണ് സ്തോത്രം ചെയ്യും. എൻ്റെ വാനത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ എൻ്റെ മക്കളുടെ മക്കളെ നീ കാണും. ഈ പ്രിയ പിതാവ് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മയ്ക്കുമായിട്ട് നല്ലൊരു ദിവസം എല്ലാത്തിനും ഉപരിയായിട്ട് ഈ ലോകത്ത് ജീവിച്ച സമയത്ത് കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാൻ, കർത്താവിനെ പറ്റി കൂടുതലായിട്ട് പഠിപ്പിക്കുവാൻ, പ്രസംഗിക്കുവാൻ ദൈവകൃപയിൽ അനേകം ആളുകൾ കൊണ്ടുവരാൻ ആവശ്യം സഹായിച്ചത് അതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നത്. ഞാൻ നല്ല ഓർപ്പെടുത്തി ഓട്ടം തിരിച്ച് വിശ്വാസം നീതിയുടെ കിരീടമാണ് എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി കർത്താവെ ഇതിലേക്ക് ചേരുവാൻ വേണ്ടിയാണ് സ്തോത്രം. നമ്മുടെ കർത്താവ് തന്റെ ഗംഭീരനാഥത്തോടും പ്രധാന സംശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടി സ്വർഗ്ഗത്തിൽ തിരഞ്ഞെടുത്ത സമയമില്ല. നമ്മുടെ കർത്താവ് മരിച്ച ഉയർത്തനേടുന്ന സമയം ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട പിതാവ് ഉയർത്തേക്ക് എൻ്റെ സന്നിധിയിൽ കാണുമെന്നുള്ള പ്രത്യാശയോടുകൂടി അവർക്ക് സമാധാനത്തോടുകൂടി ഞങ്ങളുടെ ഈ പിതാവോടെ യാത്ര പറയാം. തുടർന്നുള്ള ശുശ്രൂഷകൾ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്നു.
കുടുംബാംഗങ്ങളെ സ്വർഗീയ സമാധാനം കൊണ്ട് വെള്ളത്തെ പറക്കി പിതാവിനെ സ്തോത്രം ചെയ്യുവാൻ വരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഞങ്ങൾ ഈ മതകാല യോജന കർത്താവെ ഒരുങ്ങി ജീവിക്കാൻ ഏത് സമയത്ത് നിങ്ങളുടെ ജീവനെടുക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യുവാൻ പോകണം. ഞങ്ങളെ ഒരുക്കുകയും അതിനാണ് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണമെന്നാണ്. എന്നെ വിശ്വസിക്കുന്ന മരിച്ചാൽ ജീവിക്കുക എന്നുള്ളത് വാദനമാണ്. നിങ്ങളോട് ജീവിച്ചു നിങ്ങൾ മരിച്ചു എൻ്റെ സന്നിധിയിൽ കാണപ്പെടുക. ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണം. പ്രാർത്ഥന കേട്ട് ഞാൻ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞാൻ പോയിട്ട് വരാം. എനിക്ക് പറഞ്ഞ ഫോൺ അതിൻ്റെ ഇടയ്ക്ക് ചാടി വന്നത്.
അവരോട് കൂടെ സ്തുതി പാടുമെങ്ങൾ നിനക്കും താതന്നും വിശുദ്ധാരുഹായിക്കും എന്നേക്കും സ്തോത്രം. ആമേൻ ആമേൻ. ബന്ധുക്കൾ എല്ലാമായി മുറയുന്നു ഒഴിക്കും മുഴുവനും ഇരവാനയിക്കും നാഥനിന്റെ വരവെങ്കൽ ഞങ്ങൾക്ക് താതരിക സന്തോഷം മാറ്റവും എന്റെ ആൺമക്കൾ അപ്പച്ചൻ്റെ മുഖം മൂടാനായിട്ട് ഇപ്പം തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെക്കുറിച്ച് അരുളിച്ചതായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മലന്മാരും അതിൽ പറക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അരികിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതെന്തിനെ? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നെ ശേഖരിക്കുന്നതെന്തിനെ? ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നതിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതെന്തിനെ? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിനെ? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ നിങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിനെ? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിനെ? ദൈവിക സംഗീതർക്കനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോട് കൂടെ നീ വന്നേ. മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നു എന്നും പറമ്പിലെ പുഷ്പ പോലെ പൂത്തെ വാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം.
ഇതിന് മധ്യമായി മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഉടയനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. സ്രഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങളുടെ ആഹാരം കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും അപമോചനത്തിനുള്ള മാമോദീസ നിങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്കിരങ്ങിയോ, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരോ, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യോ, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരമായിരിക്കണമേ. കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കരുണയും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങൾ ബലഹീനായ ഞങ്ങളുടെ മേലും ബലഹീനമായ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. സൃഷ്ടിച്ചകർത്താനാൽ പ്രിയരെ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങുന്ന സംബന്ധിച്ച് നമ്മളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹ ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായമായ ത്രിയേകദൈവം ബലഹീനതകളും കുറവുകളുമായ നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഫ്ലവർ വെക്കുന്നത് മതി. ഇതിനകത്ത് വെക്കണം. കവറിൽ ഇൻസൈഡ് വെക്കണം.
വന്ന എല്ലാവർക്കും പുറത്ത് ചായ ലഭിച്ചിട്ടുണ്ട്. ഒരാൾ പിടിച്ചാൽ മതി. സ്വല്പം ബാക്കി ഇടുന്നത് എടുക്കുന്നതോ അതിനകത്ത് എടുക്കില്ലേ? എടുക്കണമെന്നല്ല ഊരി